സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച് ആചാരലംഘനം നടത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ പുതിയ അയ്യപ്പ ഭക്തിയിൽ സംശയം ഉന്നയിക്കുകയാണ് ഹൈക്കോടതി. സംഗമത്തിലെ സർക്കാരിന്റെ റോളും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വികസനവുമെല്ലാം കോടതി ചോദ്യമായി മുന്നിൽ വെച്ചു. അയ്യപ്പന്റെ പേരിൽ പണം പിരിക്കുമോ? ധനസമാഹരണത്തിലെ വ്യക്തതയില്ലായ്മ ചോദ്യം ചെയ്ത കോടതിയോട് ഒന്നും തങ്ങൾ ചെലവാക്കില്ലെന്നും എല്ലാം സ്പോൺസർഷിപ്പ് ആണെന്നുമായിരുന്നു സർക്കാരിന്റെ മറുപടി. അപ്പോൾ സംഗമം വഴി സമാഹരിക്കുന്ന തുക എന്ത് ചെയ്യും? ശബരിമലയുടെ വികസനത്തിനായി ചെലവഴിക്കുമോ? ഈ സംശയമാണ് ഭക്തരടക്കമുള്ളവരുടേത്. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. നേപ്പാളിൽ തന്ത്രപ്രധാന മേഖലകളുടെ നിയന്ത്രണം ഏറ്റെടുത്ത സൈന്യം. കർഫ്യൂ പ്രഖ്യാപിച്ചു. പ്രക്ഷോഭകാരികൾ ആയുധം താഴെ വെക്കണമെന്ന് മുന്നറിയിപ്പ്. കാഠ്മണ്ഡു വിമാനത്താവളം തുറന്നു. തുടരുന്ന അക്രമ സംഭവങ്ങളിൽ പങ്കില്ലെന്ന് ജൻസി നേതാക്കൾ. ഇടക്കാല സർക്കാരിനായി ഊർജിത ശ്രമം. ജാഗ്രതയോടെ ഇന്ത്യ. ഇസ്രയേൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഖത്തർ തലസ്ഥാനമായ ദോഹ സന്ദർശിച്ച UAE പ്രസിഡന്റ്. അക്രമത്തെ അപലപിച്ചും ഖത്തറിന് പിന്തുണ നൽകിയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ആക്രമണം നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമെന്ന ഡൊണാൾഡ് ട്രംപ്. തിരിച്ചടിക്ക് സജ്ജമെന്ന് ഖത്തർ. ആശങ്കയോടെ ഇന്ത്യ. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ വിമർശനം. മുൻകൂർ അനുമതി വാങ്ങാത്തത് എന്തുകൊണ്ടെന്ന് ചോദ്യം. എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണമെന്നും നിർദ്ദേശം. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ റോൾ എന്തെന്നും ധനസമാഹരണത്തിൽ വ്യക്തതയില്ലെന്നും ഹൈക്കോടതി. പണം സമാഹരിക്കുന്നത് സ്പോൺസർഷിപ്പിലൂടെയെന്ന് സർക്കാരിന്റെ മറുപടി. CPI സംസ്ഥാന സമ്മേളന പ്രവർത്തന റിപ്പോർട്ടിൽ സർക്കാരിന് വിമർശനം. മദ്യനയത്തിലെ നിലപാട് തെറ്റെന്ന് CPI. പ്രാമുഖ്യം വിദേശ മദ്യമേഖലയ്ക്കെന്നും വിമർശനം. അടിസ്ഥാന ജനവിഭാഗങ്ങളെയും കർഷകരെയും പരിഗണിച്ചില്ല. കൃഷിമന്ത്രിക്കും വിമർശനം. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമതിൽ നിർമ്മാണത്തിൽ വീഴ്ച. ഹൈക്കോടതിയുടെ നിർദ്ദേശവും പാലിച്ചില്ല. ഉടൻ മതിൽ നിർമ്മിച്ച് സുരക്ഷ ഉറപ്പാക്കണമെന്ന് രക്ഷിതാക്കൾ. ടോപ് 10 സ്പെഷ്യൽ. ഇന്ത്യയുമായി സൗഹൃദം പുനഃസ്ഥാപിക്കാൻ അമേരിക്ക. സുഹൃത്തായ മോദിയുമായി ഉടൻ സംസാരിക്കുമെന്നും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും ട്രംപ്. പ്രസ്താവന സ്വാഗതം ചെയ്ത നരേന്ദ്രമോദി. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും വഴിതെളിയുന്നു. കസ്റ്റഡി മർദ്ദന കേസുകളിൽ മുഖ്യമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ്. പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്ന് സണ്ണി ജോസഫ്. കുറ്റക്കാർക്ക് രാഷ്ട്രീയ സംരക്ഷണമെന്ന് രമേശ് ചെന്നിത്തല. മർദ്ദിച്ചാൽ അടിച്ച് കാലൊടിക്കുമെന്ന് കെ മുരളീധരൻ. മർദ്ദനത്തിനിരയായ സുജിത്തിന് സ്വർണ്ണമാല സമ്മാനിച്ച് തൃശൂർ DCC പ്രസിഡന്റ്. ഏഷ്യാകപ്പിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. UAE-യെ 9 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ ജയം 4.3 ഓവറിൽ. UAE-യെ 57 റൺസിന് പുറത്താക്കിയത് കുൽദീപ് യാദവിന്റെയും ശിവം ദുബെയുടെയും മികച്ച ബൌളിംഗിൽ. വെളിച്ചെണ്ണ വിലവർധന മുതലെടുത്ത് വൻ തട്ടിപ്പ്. വെളിച്ചെണ്ണ എന്ന വ്യാജേന വ്യാപകമായി വിൽക്കുന്നത് കോക്കനട്ട് ടെസ്റ്റ ഓയിൽ. വിൽപ്പന ലിറ്ററിന് 300 രൂപയ്ക്ക്. ഞെട്ടിക്കുന്ന കണ്ടെത്തലുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. സ്റ്റോറി ഓഫ് ദ ഡേ. പഫ്സുകൾ പലവിധം, ഇവിടെ സുലഭം. നേപ്പാളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തുകയാണ്. ജൻസി പ്രക്ഷോഭം ശമിച്ചുവെങ്കിലും സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രക്ഷോഭകാരികൾ ആയുധം താഴെ വെക്കണമെന്നാണ് സൈന്യത്തിന്റെ ആവശ്യം. ഇടക്കാല സർക്കാരിനായി ഇതിനിടെ ഊർജിത ശ്രമമാണ് നടക്കുന്നത്. അതുവരെ എല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കും. രാഷ്ട്രീയ നേതാക്കളും തന്ത്രപ്രധാന കെട്ടിടങ്ങളും ആക്രമിക്കപ്പെട്ടതോടെയാണ് കർഫ്യൂ പ്രഖ്യാപിക്കാൻ സൈന്യം നിർബന്ധിതരായത്. അവശ്യ സർവീസുകളെ മാത്രമാണ് കർഫ്യൂവിൽ നിന്ന് ഒഴിവാക്കിയത്. നാളെ രാവിലെ 6 മണിവരെ കർഫ്യൂ തുടരും. കലാപത്തിൽ ഇതുവരെ 22 പേരാണ് മരിച്ചത്. നഗര കേന്ദ്രീകൃത മേഖലകളെല്ലാം സൈന്യം ഏറ്റെടുത്തു. പ്രക്ഷോഭകാരികൾ ആക്രമിച്ച പാർലമെന്റ്, സുപ്രീം കോടതി അടക്കമുള്ള സർക്കാർ കെട്ടിടങ്ങൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കാഠ്മണ്ഡു ത്രിഭുവൻ വിമാനത്താവളം അടച്ചുവെങ്കിലും പിന്നീട് തുറന്നു. നേപ്പാളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ചർച്ച വേണമെന്നാണ് സൈന്യത്തിന്റെ ആവശ്യം. പ്രതിഷേധക്കാർ ശാന്തരാകണമെന്ന് കരസേനാ മേധാവി ആവശ്യപ്പെട്ടു. പ്രക്ഷോഭം നിർത്തിവെച്ച് ചർച്ചകൾക്ക് തയ്യാറാകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി രാജിവെച്ചതോടെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലാണ് നേപ്പാൾ. ജൻസിക്ക് പ്രിയങ്കരനായ കാഠ്മണ്ഡ് മേയർ
ബാലേന്ദ്ര ഷാ ഇടക്കാല പ്രധാനമന്ത്രിയാകാനാണ് സാധ്യത കൂടുതൽ. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. നേപ്പാൾ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി പ്രദേശങ്ങളിൽ കനത്ത ജാഗ്രത. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന 1751 കിലോമീറ്റർ ദൂരം സുരക്ഷ ശക്തമാക്കാൻ ബന്ധപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഉത്തർപ്രദേശ്, ബീഹാർ ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾക്കാണ് ജാഗ്രതാ നിർദ്ദേശം. നേപ്പാളിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിലാണ് അതിർത്തികളിൽ ജാഗ്രത തുടരാൻ ഇന്ത്യ തീരുമാനിച്ചത്. നേപ്പാളുമായുള്ള സൗഹൃദം നിലനിർത്തുന്നതോടൊപ്പം രാജ്യത്തിന്റെ പരമാധികാരത്തിന് കോട്ടം വരാതെ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ജാഗ്രതാ നിർദ്ദേശമുള്ളത്. രാജ്യവിസ്തൃതിയുടെ 1751 കിലോമീറ്റർ നേപ്പാളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ്. ഈ മേഖലകളിലാണ് സുരക്ഷ ശക്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യൻ പൗരന്മാരെ നേപ്പാളിലേക്കും നേപ്പാളിൽ നിന്നുള്ളവരെ ഇന്ത്യയിലേക്കും പ്രവേശിപ്പിക്കില്ല. അതിർത്തി സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം ജാഗ്രത ഉത്തർപ്രദേശിലാണ്. അതിർത്തി മേഖലകളിൽ സുരക്ഷ ശക്തമാക്കാൻ UP പോലീസ് മേധാവി നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. അതിർത്തി മേഖലകളിൽ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കും. 24 മണിക്കൂറും ശ്രദ്ധയോടെ ഇരിക്കാൻ സേനാ വിഭാഗങ്ങൾക്ക് DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റുകൾ പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ വന്നാൽ ശക്തമായ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനു പിന്നാലെയാണ് കരമാർഗമുള്ള സഞ്ചാരത്തിനു കൂടി വിലക്ക് വന്നിട്ടുള്ളത്. സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നേപ്പാളിലെ മലയാളി ടൂറിസ്റ്റുകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന് കത്തയച്ചു. നേപ്പാളിലെ പൊഖ്രയിൽ വിനോദസഞ്ചാരത്തിനായി എത്തിയ പ്രായമായവർ അടക്കം കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരെ അടിയന്തരമായി നാട്ടിലെത്തിക്കുന്നതിനും യാത്രാ സൗകര്യം ഏർപ്പെടുത്തുന്നതിനും ഇടപെടൽ നടത്തണം. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കേരളത്തിന്റെ എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ ദോഹയിൽ സന്ദർശനം നടത്തി UAE പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഉന്നത ഭരണ നേതൃത്വം. ഖത്തറിന് പിന്തുണ നൽകിയ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ആക്രമണത്തെ അപലപിച്ചു. അതേസമയം തിരിച്ചടിക്ക് സജ്ജമെന്ന നിലപാടിലാണ് ഖത്തർ. അറിഞ്ഞപ്പോൾ വൈകിയെന്നും നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമെന്നും വിശദീകരിച്ചാണ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയത്. സംഘർഷം രൂക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യ. ഖത്തറിലുള്ള ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് UAE പ്രസിഡന്റിന്റെ സന്ദർശനം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഉൾപ്പെടെ ഉന്നത ഭരണ നേതൃത്വമാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിലെത്തിയത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി UAE പ്രസിഡന്റിനെയും സംഘത്തെയും സ്വീകരിച്ചു. സാഹോദര്യ സന്ദർശനമെന്നാണ് UAE ഔദ്യോഗിക മാധ്യമം വാം ഈ നീക്കത്തെ വിശേഷിപ്പിച്ചത്. UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ദുബായ് കിരീടാവകാശിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി ഉപഭരണാധികാരിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ ഷെയ്ഖ് താനൂൻ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഉൾപ്പെടെയുള്ള ഉന്നതതല ഭരണ നേതൃത്വവും UAE പ്രസിഡന്റിനോടൊപ്പം ദോഹയിലെത്തി. പരമാധികാരം, രാജ്യത്തിന്റെയും ജനങ്ങളുടെയും സുരക്ഷ എന്നിവയ്ക്കായി ഖത്തർ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും ഉറച്ച പിന്തുണയുണ്ടാകുമെന്ന് ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയിൽ UAE പ്രസിഡന്റ് വ്യക്തമാക്കി. ഇസ്രായേൽ ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മേഖലയിൽ സമാധാനവും സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയുടെ ശ്രമങ്ങളെയും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് പ്രശംസിച്ചു. ചൊവ്വാഴ്ച ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഖത്തർ ആഭ്യന്തര സുരക്ഷാ സേനയായ ലക്വിയയിലെ ഓഫീസർ ഉൾപ്പെടെ 6 പേരാണ് കൊല്ലപ്പെട്ടത്. ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഉൾപ്പെടെ ഹമാസ് അംഗങ്ങളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം തിരിച്ചടിക്ക് സജ്ജമെന്ന് ഖത്തർ പ്രതികരിച്ചു. അറിഞ്ഞപ്പോൾ വൈകിയെന്നും നെതന്യാഹുവിന്റെ മാത്രം തീരുമാനമെന്നുമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. ഖത്തറിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് നൽകിയ കേന്ദ്ര സർക്കാർ സംഘർഷം രൂക്ഷമാകുമോ എന്ന ആശങ്കയിലുമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിനെതിരെ ഖത്തറിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ ധാനിയുമായി ഫോണിൽ സംഭാഷണം നടത്തി. ഖത്തറിന്റെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികളെയും സൗദി അറേബ്യ പിന്തുണയ്ക്കുമെന്ന് കിരീടാവകാശി വ്യക്തമാക്കി. ഇസ്രായേലിന്റെ ആക്രമണത്തെ ക്രിമിനൽ പ്രവൃത്തിയും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവുമെന്ന് വിശേഷിപ്പിച്ച് സൗദി കിരീടാവകാശി ശക്തമായി അപലപിച്ചു. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം ബോർഡിന് തിരിച്ചടി. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ശബരിമല ശ്രീകോവിലിന് മുന്നിലെ
ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളി തിരികെ എത്തിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. കേസ് പരിഗണിച്ച കോടതി ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിച്ചു. ശബരിമല ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാല ശില്പത്തിൽ സ്വർണ്ണപ്പാളി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയതിനെതിരെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം ലംഘിച്ച് ഏത് സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയതെന്നാണ് കോടതിയുടെ ചോദ്യം. കോടതിയുടെ അനുവാദമില്ലാതെ സ്വർണ്ണപ്പാളികൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയതിനെ ദേവസ്വം ബോർഡിന് ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചു. ദേവസ്വം ബോർഡിനോടും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും ദേവസ്വം പ്രസിഡന്റിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെന്ന ന്യായമാണ് ദേവസ്വം ബോർഡ് കോടതിയിൽ നിരത്തുന്നത്. എന്നാൽ കോടതി ഇത് അംഗീകരിച്ചില്ല. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ശബരിമലയിലെ കാര്യങ്ങളിൽ ഹൈക്കോടതിയെ അറിയിക്കാതെ എന്തുകൊണ്ട് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയി എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഹൈക്കോടതി ഇപ്പോൾ ദേവസ്വം ബോർഡിനോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. അമൃത ന്യൂസ്, കൊച്ചി. അയ്യപ്പസംഗമത്തിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എന്ത് ചുമതലയാണെന്ന ഹൈക്കോടതിയുടെ ചോദ്യം. അയ്യപ്പസംഗമം കൊണ്ട് ശബരിമല ദേവസ്ഥാനത്തിന് എന്തെങ്കിലും വികസനം ഉദ്ദേശിക്കുന്നുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. പോലീസിനെ ഉപയോഗിച്ച് ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിച്ച ആചാര ലംഘനം നടത്തിയ ഇടതുപക്ഷ സർക്കാരിന്റെ പുതിയ അയ്യപ്പ ഭക്തിയെയാണ് കോടതി ചോദ്യം ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിന്റെ ചുമതല എന്താണെന്നാണ് ഹൈക്കോടതിയുടെ ചോദ്യം. ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ശബരിമലയുടെ വികസനത്തിന് എന്താണ് പ്രയോജനമെന്നും കോടതി ചോദിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്ന സർക്കാരിന് ശരിയായ ഉദ്ദേശ ലക്ഷ്യം ഉണ്ടോ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. അതോ രാഷ്ട്രീയ ലക്ഷ്യമാണോ ഉള്ളതെന്നും കോടതി പരിശോധിക്കുന്നുണ്ട്. അയ്യപ്പന്റെ പേരിൽ പണപ്പിരിവ് നടത്തുന്നത് പോലും പാടില്ല എന്ന് അയ്യപ്പ സേവാ സംഘത്തിനെ പോലും വിലക്കിക്കൊണ്ട് കോടതി ഉത്തരവുണ്ട്. ഇതിനിടെയാണ് സംസ്ഥാന സർക്കാർ ഒരു പുതിയ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുവാൻ മുൻകൈയെടുത്ത ഇടതുപക്ഷ സർക്കാരിന് ഇപ്പോൾ എന്താണ് അയ്യപ്പ ഭക്തി ഉണ്ടായതെന്നാണ് കോടതി പരിശോധിക്കുന്നത്. ദേവസ്വം ബോർഡിനോ സംസ്ഥാന സർക്കാരിനോ യാതൊരു ചെലവുമില്ലെന്നും സ്പോൺസർഷിപ്പിലൂടെ വരുമാനം കണ്ടെത്തും എന്നുമാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഒരു വരുമാനം അയ്യപ്പന് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഹൈക്കോടതി പരിശോധിക്കുന്നത്. സർക്കാരിന് പെട്ടെന്നുണ്ടായ അയ്യപ്പ ഭക്തി എന്താണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പരിശോധിക്കുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ആഗോള അയ്യപ്പ സംഗമ വിവാദങ്ങൾക്കിടെ സമവായ ശ്രമവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പന്തളം കൊട്ടാരത്തിലെത്തി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. അയ്യപ്പ സംഗമത്തിന് പന്തളം കൊട്ടാരത്തിന്റെ പിന്തുണ തേടി. എന്നാൽ അടുത്തയാഴ്ച തീരുമാനം അറിയിക്കുമെന്ന് കൊട്ടാരം പ്രതിനിധികൾ വ്യക്തമാക്കി. രാവിലെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 ബോർഡംഗങ്ങളും പന്തളം കൊട്ടാരം പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തിയത്. പന്തളം കൊട്ടാരവുമായി മുൻകാലങ്ങളിലും ഇപ്പോഴും നല്ല ബന്ധമാണ് ഉള്ളത് എന്നും ഈ മാസം 20-ന് പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നതിന് പന്തളം രാജകുടുംബത്തെ ക്ഷണിക്കാനായാണ് സന്ദർശനമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. അവർ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായ പിന്തുണ നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ അവർ കൂടിയാലോചിച്ച് പറയുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പന്തളത്ത് സംഘടിപ്പിക്കുന്ന ശബരിമല രക്ഷാസംഗമം സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരത്തിലൊരു സംഗമം സംഘടിപ്പിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്നും അവർ അത് നടത്തുകയോ നടത്താതിരിക്കുകയോ ചെയ്യട്ടോ എന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു. അതേസമയം 20-ന് പമ്പയിൽ നടക്കുന്ന സംഗമത്തിലും 22-ന് പന്തളത്ത് നടക്കുന്ന സംഗമത്തിലും പങ്കെടുക്കുന്നത് സംബന്ധിച്ച് പന്തളം കൊട്ടാരം ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. പന്തളം വലിയ തമ്പുരാനുമായും രാജകുടുംബാംഗങ്ങളുമായി കൂടിയാലോചിച്ച് അടുത്ത ആഴ്ച തീരുമാനമെടുക്കുമെന്നും പന്തളം കൊട്ടാരം പ്രതിനിധി MRS വർമ്മ പറഞ്ഞു. വലിയ തമ്പുരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ദേവസ്വം ബോർഡുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന കാലത്തെ കേസുകൾ പിൻവലിക്കാത്തതാണ് പന്തളം കൊട്ടാരത്തിന്റെ അതൃപ്തിക്ക് പിന്നിൽ. വിഷയത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ അതൃപ്തി ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്ന് പി എസ് പ്രശാന്ത് അറിയിച്ചു. അമൃത ന്യൂസ്, പത്തനംതിട്ട. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സമ്മേളനം. രാഷ്ട്രീയ പ്രവർത്തന റിപ്പോർട്ടുകളിൽ സർക്കാരിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം. BJPയുടെ വളർച്ച ആശ്ചര്യപ്പെടുത്തുന്നുവെന്നും BJPയെ നേരിടാൻ ഇടതുപക്ഷം ഐക്യം അനിവാര്യമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ സൂചിപ്പിച്ച സർക്കാരിനെതിരായ വിമർശനങ്ങൾ കൂടുതൽ കരുത്തോടെ പ്രവർത്തന റിപ്പോർട്ടിലും തുടരുകയായിരുന്നു. മദ്യനയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് തെറ്റാണ്.
പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്ന ചെത്തു തൊഴിലാളികളെ അവഗണിക്കുകയും പകരം വിദേശ മദ്യ നിർമ്മാണ കമ്പനികളെ സഹായിക്കുകയുമാണ് സർക്കാർ. മുൻഗണനാക്രമം നിശ്ചയിക്കുന്നതിലും വീഴ്ചയുണ്ടായി. അടിസ്ഥാന ജനവിഭാഗങ്ങളെ പരിഗണിച്ചില്ല. പാർട്ടി കൈകാര്യം ചെയ്യുന്ന കൃഷിവകുപ്പിനെതിരെയും വിമർശനമുണ്ട്. കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പറഞ്ഞെങ്കിലും അത് നൽകുവാൻ കൃഷിവകുപ്പിനോ സർക്കാരിനോ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിമർശനം. അതേസമയം BJPയുടെ വളർച്ചയെ സംബന്ധിച്ചും റിപ്പോർട്ടുകളിൽ പരാമർശമുണ്ട്. BJPയുടെ വളർച്ചയ്ക്കെതിരെ ഇടതുപക്ഷ ഐക്യം വേണമെന്ന ശബ്ദമായിരുന്നു സമ്മേളനത്തിലാകെ ഉയർന്നത്. വൈകിട്ട് നടന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രശസ്ത ചലച്ചിത്ര താരം പ്രകാശ് രാജ് എന്നിവർ പങ്കെടുത്തു. കേരളത്തെ BJP ടാർഗറ്റ് ചെയ്തിരിക്കുകയാണെന്നും BJPക്ക് നൽകുന്ന ഓരോ വോട്ടും കേരളത്തനിമ തകർക്കുമെന്നും സെമിനാർ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു. ജുഡീഷ്യറിയെ വരുതിയിലാക്കാൻ ശ്രമിക്കുന്ന BJPക്കെതിരെ ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റ് കയ്യിലേക്ക് മാത്രം വരുമാനം എത്തുന്നതാണ്. മറ്റേ നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് നിഷേധിക്കുന്നതിനാണ് സെസ് വ്യാപകമായി ചുമത്തുന്നത്. ഇതെല്ലാം ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. കരട് രാഷ്ട്രീയ പ്രമേയത്തിനും പ്രവർത്തന റിപ്പോർട്ടിനും മേലുള്ള പ്രതിനിധികളുടെ ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം പൊതുചർച്ചകൾ ആരംഭിച്ചു. സർക്കാരിനെതിരെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ പ്രതിനിധികൾ സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തുമോ എന്നാണ് ഇനി കാണേണ്ടത്. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകൾ മുൻപ് ജില്ലാ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായിരുന്നു. ഇതും ബ്രൂവറി വിഷയവും ഉൾപ്പെടെ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. സെക്രട്ടറിയായി ബിനോയ് വിശ്വം തന്നെ തുടരാനാണ് സാധ്യത എന്നിരിക്കെ പാർട്ടി സെക്രട്ടറിക്കെതിരെ ജില്ലാ സമ്മേളനങ്ങളിൽ ഉൾപ്പെടെ ഉയർന്ന വിമർശനങ്ങളും മുഖവിലേക്കെടുക്കാതിരിക്കാനാവില്ല. അമൃത ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തെ കണ്ണീരിലാഴ്ത്തിയ 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് ശേഷം ചുറ്റുമതിൽ നിർമ്മാണത്തിലെ വീഴ്ച ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെ വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇടപെടുകയും സർക്കാരിന് കർശന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തുവെങ്കിലും നിർമ്മാണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ടോപ് 10 സ്പെഷ്യൽ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ പൊളിച്ചിട്ട് 3.5 വർഷത്തിലേറെയായി. എന്നാൽ മതിൽ പൊളിച്ചു മാറ്റിയതിന്റെ 34 ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി നൽകിയത്. പിന്നീട് 1.7 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് ആരോഗ്യവകുപ്പിന് കൈമാറി 1.5 വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല. 8ലധികം ഹോസ്റ്റലുകളിലായി 1000-ലധികം മെഡിക്കൽ വിദ്യാർത്ഥികൾ, 100 കണക്കിന് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ്, പത്തോളജി, അനാട്ടമി ഉൾപ്പെടെയുള്ള ലാബുകൾ, കോഡുകൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയുള്ള ക്യാമ്പസിൽ ആർക്കും എപ്പോഴും ഒരു പരിശോധനയും കൂടാതെ കടന്നു വരാമെന്ന അവസ്ഥയാണുള്ളത്. ചുറ്റുമതിലില്ലാത്തതുകൊണ്ട് സാമൂഹിക വിദ്യയുടെ ഒരു പ്രവേശന സ്ഥലമായി ഇത് മാറിയിരിക്കുകയാണ്. ഇവിടെ പത്തോളജി ലാബ് അടക്കമുള്ള 3 പ്രധാനപ്പെട്ട ലാബുകൾ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ആ മെറ്റീരിയൽ ഇവിടാണ് പരിശോധന കൊടുത്തിട്ട് റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള 9ഓളം ഹോസ്റ്റലുകൾ ഈ കോളേജ് കോമ്പസിലുണ്ട്. പലപ്പോഴും രാത്രികാലങ്ങളിൽ അസ്വാഭാവികമായിട്ട് തന്നെ പലരും കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടികളുടെ ശരിക്കും നൈറ്റ് ഡ്യൂട്ടിയിൽ പോകേണ്ട ക്ലിനിക്കൽ ഡ്യൂട്ടിയുള്ള കുട്ടികൾക്ക് ഇതൊരു പേടി സ്വപ്നമായി മാറുകയാണ്. വനിതാ ഹോസ്റ്റലുകളിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PTA പ്രതിനിധികൾ, മന്ത്രിമാർ, MP, MLA മാർ, കളക്ടർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഫലം കാണാതെ വന്നതോടെ PTA സഹായത്തോടെ കോളേജിലെ 7 വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു. ഹർജി പരിഗണിച്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിയന്തരമായി സംസ്ഥാന സർക്കാർ 3 മാസത്തിനുള്ളിൽ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്ന് ഉത്തരവിട്ടെങ്കിലും നിർമ്മാണം മാത്രം ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇതോടെ ഭരണാനുമതി ലഭിച്ച് നിർമ്മാണം ആരംഭിക്കാൻ ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന ഗതികേടിലാണ് വിദ്യാർത്ഥികളും PTA ഭാരവാഹികളും. അമൃത ന്യൂസ്, ആലപ്പുഴ. വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങളിലേക്ക്. നമുക്ക് PWDയുടെയും അതോടൊപ്പം തന്നെ നിർമ്മിതിയുടെയും ഇതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 1.30 crores വരും. ഇത് ഏകദേശം 1 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മതിലാണല്ലോ. അപ്പോൾ അതിൻ്റെ അത് നമ്മൾ DMEയിൽ അത് സബ്മിറ്റ് ചെയ്തു. ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും DMEയിൽ നിന്നും അത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിട്ടുണ്ട്. അത് ഉടൻ തന്നെ അത് ഫിനാൻസിലോട്ടും പോയി അതിൻ്റേതായിട്ടുള്ള ഭരണാനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ പണി തുടങ്ങും. ഇപ്പം 25-ാം തീയതി ആ ഉത്തരവിൻ്റെ കാലാവധി കഴിയാണ്, 3 മാസം കഴിയാണ്. ഇതുവരെ അതിൻ്റെ ഒരു ജസ്റ്റ് സ്റ്റാർട്ട് പോലും ചെയ്തിട്ടില്ല. ഒന്നാമത്തത് പുറത്തുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നല്ലോണം നടക്കുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കോളേജിൽ കടന്നു വരാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മൊത്തം കോളേജ് മാറുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത് തെരുവ് നായ്ക്കളും അങ്ങനത്തെ കാര്യങ്ങളും
വളരെ അധികം സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ. 3 മാസം മുമ്പ് സർക്കാരിൻ്റെ വിധി വന്നായിരുന്നു എത്രയും വേഗം മതിലിൻ്റെ നിർമ്മാണം തുടങ്ങണമെന്ന്. പക്ഷെ അത് എവിടെ ഒരു ആക്ടിവിറ്റിയും സ്റ്റാർട്ടായിട്ടില്ല. ഇപ്പം എത്രയും വേഗം പെട്ടെന്ന് അടിയന്തരമായിട്ട് മതിൽ നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് സ്പീഡപ്പ് ആക്കണം. ചേരുകയാണ് അജയ്. ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായി, പക്ഷേ ഇപ്പോഴും സർക്കാരിന് നടപടി ഉണ്ടായില്ല അല്ലേ? ഹൈക്കോടതി വിധി വന്ന ഘട്ടത്തിൽ ഈ പെൺകുട്ടികളുടെ നിയമപോരാട്ടത്തെ സംബന്ധിച്ച വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അതിപ്പോൾ 3-ാം മാസത്തിലേക്ക് കിടക്കുന്നു എന്നുള്ളതാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത് 3 മാസത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു നടപടിയും മുന്നോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇതിൻ്റെ PTA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതുതന്നെയാണ് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാന കാര്യം, നാടിനെ ആകെ തന്നെ നടുക്കിയ കളർകോട് വാഹനാപകടമാണ്. ആ അപകടം നടന്ന ഘട്ടത്തിൽ ഈ ചുറ്റുമതിലില്ലാത്തതും ആ ചുറ്റുമതിലിൻ്റെ നിർമ്മാണം എത്രയും വേഗം നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിവാദമെല്ലാം ഇതിനോടനുബന്ധിച്ച് ഉയരുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതായത് വിദ്യാർത്ഥികൾ ഈ കോളേജിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സാഹചര്യമെല്ലാം ഉണ്ടായത് കൃത്യമായ ഒരു നിയന്ത്രണം കൂടി ഇല്ലാതിരുന്നത് മൂലമാണ് എന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഈ രക്ഷിതാക്കളെല്ലാം സൂചിപ്പിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഒരു 3 വർഷത്തിലേറെയായി ഇപ്പോഴും ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നിയമ നടപടികളിലേക്കെല്ലാം കടക്കുവാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് ഈ വിദ്യാർത്ഥികളും PTA എല്ലാം ഉള്ളത്. എന്തായാലും ഇനിയും മാസങ്ങൾ നീണ്ട ഒരു കാത്തിരിപ്പ് ഇനിയും ഇതിന് പിന്നിൽ ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാകേണ്ടി വരും എന്നൊരു ആശങ്കയും ഇവർ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ്, ആ കോളേജിനെ സംബന്ധിച്ച് വിവിധ ജില്ലകളിൽ നിന്നെത്തുന്ന നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അവിടെ ലക്ഷങ്ങൾ വില വരുന്ന ഉപകരണങ്ങളുണ്ട്, ആശുപത്രി ഉപകരണങ്ങളുണ്ട്. ഈ ടെസ്റ്റ് ഉൾപ്പെടെ നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. തൊട്ടടുത്ത് തന്നെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ഉള്ളത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ആ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് എത്രയും വേഗം ഒരു നടപടി കൈക്കൊള്ളുവാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് നമുക്കും ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തീർച്ചയായും അജയ്, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് തന്നെയാണ് ഉയരുന്ന ആവശ്യം. ഇന്ത്യയുമായി സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. സുഹൃത്തായ മോദിയുമായി ഉടൻ സംസാരിക്കുമെന്നും ധാരണയിലെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും ട്രംപ് പറയുന്നു. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു. ഇന്ത്യ-US വ്യാപാര ചർച്ചകൾക്ക് ഇതോടെ വീണ്ടും വഴിതെളിയുകയാണ്. അമേരിക്കയുമായുള്ള വ്യാപാര ചർച്ചകൾ ഇന്ത്യ അടുത്ത ആഴ്ച വീണ്ടും തുടങ്ങുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇന്ത്യൻ സംഘം അമേരിക്കയിലേക്ക് പോകുമെന്നും സൂചനയുണ്ട്. തീരുവ വിഷയത്തിൽ ഇന്ത്യ-US പ്രശ്നങ്ങൾ തുടരുന്നതിനിടെയാണ് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നുവെന്ന് വ്യക്തമാക്കിയത്. ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു അന്തിമ തീരുമാനത്തിലെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ലെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ഈ പോസ്റ്റിന് പിന്നാലെ വാർത്തകൾ സ്ഥിരീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്വീറ്റ് ചെയ്തു. വ്യാപാര ചർച്ചകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് മോദി പറഞ്ഞത്. ഇന്ത്യയും അമേരിക്കയും സ്വാഭാവിക പങ്കാളികളും അടുത്ത സുഹൃത്തുക്കളുമാണെന്നും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ അഭിവൃദ്ധിക്കായി യോജിച്ച് നീങ്ങുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും മോദി ട്വീറ്റിൽ പറഞ്ഞു. തീരുവ വിഷയത്തിൽ രമ്യമായ പരിഹാരമുണ്ടാകാനുള്ള സാധ്യതയാണ് ഇത് കാണിക്കുന്നത്. അതേസമയം ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെതിരെ 100% അധിക തീരുവ ചുമത്താൻ യൂറോപ്യൻ യൂണിയനോട് നേരത്തെ ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യയുമായി ഇരു രാജ്യങ്ങൾക്കുമുള്ള വ്യാപാര നയതന്ത്ര ബന്ധത്തിന് തടയിടാനുള്ള നീക്കമാണിത്. റഷ്യയ്ക്കുമേൽ സമ്മർദ്ദം ചെലുത്തി യുദ്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന ഇന്ത്യയ്ക്കുമേൽ തീരുവ ചുമത്തിയതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. കസ്റ്റഡി മർദ്ദന കേസുകളിൽ കുറ്റാരോപിതരായ പോലീസുകാരെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു എന്നാരോപിച്ച് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചു. കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക, ശുചിത്തിന് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ എല്ലാ പോലീസുകാരെയും പിരിച്ചുവിടുക, പോലീസിലെ ക്രിമിനലുകളെ ജയിലിൽ അടയ്ക്കുക, ശുചിത്തിന് നീതി ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സംസ്ഥാനത്തൊട്ടാകെ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന പ്രതിഷേധ സദസ്സ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കസ്റ്റഡി മർദ്ദന കേസുകളിൽ മുഖ്യമന്ത്രി പോലീസുകാരെ സംരക്ഷിക്കുന്നുവെന്നും പോലീസിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. രക്ഷാപ്രവർത്തനമാണോ? ശുചിത്തിനെതിരെ പിണറായി വിജയന്റെ പോലീസ് അഴിച്ചുവിട്ട ഈ നരനായാട്ടിനെ കേരളത്തിലെ മുഖ്യമന്ത്രി എങ്ങനെ കാണുന്നു?
ഏതായാലും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷ നൽകി എന്ന ഒരു അത്ഭുതകരമായ വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ DIG നടത്തിയത്. എന്തായിരുന്നു ശിക്ഷ എന്നറിയണ്ടേ? അവർക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കൊടുത്തു. തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന സദസ്സ് മുതിർന്ന കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിക്ക് താൻ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ലെന്നും കേരള പോലീസിലെ ഈ കണ്ടകശനി പിണറായി വിജയനെയും കൊണ്ടേ പോവുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഈ 4 വിദ്വാന്മാരുടെ ഫോട്ടോ നിങ്ങളിവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ സസ്പെൻഷനിലാ ശരി, പക്ഷേ ഇവരെ ഡിസ്മിസ് ചെയ്യുന്നവരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട്. ഇനി ഡിസ്മിസ് ചെയ്തില്ലെങ്കിൽ 8 മാസം കഴിഞ്ഞ് ഞങ്ങൾ വന്നാൽ ഡിസ്മിസ് ചെയ്യും എന്ന് വെച്ചാൽ 8 മാസം മിണ്ടാതിരിക്കുന്നു കരുതണ്ട. കുറെയൊക്കെ ശാന്തമായി കഴിഞ്ഞാൽ ഇമാരെ വീണ്ടും അങ്ങ് പുറത്തിറക്കിയാലുണ്ടല്ലോ, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നമ്മുടെ പ്രവർത്തകർ നല്ല ചുറുചുറുക്കുള്ള കുട്ടികളാണ്, അടിച്ച് കാലം കുടിക്കും. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ നടന്ന പ്രതിഷേധം UDF കൺവീനർ അടൂർ പ്രകാശും കിളിമാനൂരിൽ നടന്ന പ്രതിഷേധ സദസ്സ് രമേശ് ചെന്നിത്തലയും ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പോലീസുകാർ ആത്മപരിശോധന നടത്തണമെന്ന് MK രാഘവൻ ആവശ്യപ്പെട്ടു. പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇടുക്കിയിൽ വിവിധ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. കട്ടപ്പന പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. ജനകീയ പ്രതിഷേധ സദസ്സ് AICC അംഗം EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കുന്നംകുളത്ത് പോലീസ് മർദ്ദനത്തിനിരയായ സുജിത്തിന് സ്വർണ്ണമാല സമ്മാനിച്ച് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. സുജിത്തിനുള്ള കല്യാണ സമ്മാനമാണ് ഈ മാലയെന്നും കുറ്റാരോപിതരായ പോലീസുകാരെ ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. മാല സമ്മാനമായി ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് സുജിത്തും പ്രതികരിച്ചു. കുന്നംകുളത്തെ കോൺഗ്രസ് പ്രതിഷേധ സദസ്സിനിടെയാണ് DCC പ്രസിഡന്റ് തന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല സുജിത്തിനെ അണിയിച്ചത്. ഏഷ്യ കപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം. UAEക്കെതിരെ 9 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. 4.3 ഓവറിൽ ഇന്ത്യ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ലക്ഷ്യം നേടിയത്. ടോസ് നഷ്ടമായി ആദ്യം ബാറ്റിംഗിനിറങ്ങിയ UAEയെ 13.1 ഓവറിൽ 57 റൺസിന് പുറത്താക്കി. സ്പിന്നർ കുൽദീപ് യാദവ് 4 വിക്കറ്റുമായി തിളങ്ങി. ശിവം ദുബെ 3 വിക്കറ്റ് സ്വന്തമാക്കിയപ്പോൾ ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ ഓരോ വിക്കറ്റും വീതമെടുത്തു. 22 റൺസെടുത്ത UAE മലയാളി ഓപ്പണർ അലിഷാൻ ഷറഫുമാണ് ടോപ്പ് സ്കോറർ.